വെള്ളാപ്പള്ളിയുടെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അശ്ലീലമായി തോന്നി. ഞാൻ ഇന്ന് രാവിലെ സീറോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ലൈവിൽ വരുന്നത്. എനിക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് ഒരു കാര്യം ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ ഇന്ന് തന്നെ ഞാൻ പറയും, മാധ്യമപ്രവർത്തകർ അയാളുടെ എന്താ ചോദിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നാണോ ചോദിക്കുന്നത്? അതാണോ ചോദിക്കുന്നത്? ശരിക്കും അയാൾ അക്കൗണ്ടബിൾ ആക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ലേ? നിങ്ങൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പറഞ്ഞത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത് ചെയ്തോ, റിഫ്ലക്റ്റ് ചെയ്തോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞതിന് എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾ പറഞ്ഞതിന് ജനം പുച്ഛിച്ചുകളെയും തള്ളിക്കളയല്ലേ ചെയ്തത്? രാഷ്ട്രീയമായ മറുപടി അല്ലേ ചെയ്തത്? ഇതല്ലേ ചോദിക്കേണ്ട ചോദ്യം? അയാൾ ഇന്ന് കേൾക്കേണ്ട മറുപടി അതല്ലേ? അതിന് പകരം അയാൾ പറയുന്നതിന് മൊത്തം ഇങ്ങനെ വച്ചു കൊടുക്കുക. ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ കുറേ ഒരു പരിധി വരെ അതങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെന്ത് തരം ജേർണലിസ്റ്റാണ്? യഥാർത്ഥത്തിൽ അയാളെ ഓഡിറ്റ് ചെയ്യേണ്ട, അയാൾ അക്കൗണ്ടബിൾ ആക്കേണ്ട ഒരു വാർത്താ സമ്മേളനമാണ് അയാൾ നടത്തിയത്. അയാൾ വന്ന് മുമ്പിലിരിക്കുന്നെങ്കിൽ അയാൾ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിയോട് അങ്ങനെ ഒരു അഗ്രസീവായിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരേ ഒരു മാധ്യമപ്രവർത്തകർ രജിസ്റ്റർ ചെയ്തതാണ് റിപ്പോർട്ടറിലെ. അത് അയാൾക്ക് ഭയങ്കരമായ കലിപ്പുണ്ടാക്കി അയാൾ നാക്ക് കടിക്കുകയും അല്ലറി വിളിക്കുകയോ ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത്തരം മനുഷ്യന്മാർ കൂടി ഉൾപ്പെട്ടതാണ്, സമുദായ നേതൃത്വം ഉൾപ്പെട്ടതാണ്. ജനാധിപത്യത്തിൽ അവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ ശരി. പക്ഷേ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന, വിഷമമിപ്പിക്കുന്ന പ്രസ്താവന നടത്തുക, സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാധ്യമങ്ങൾ പഠിക്കേണ്ട ഒരു അവസ്ഥ. തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഇത്തരം ചില നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുപോയിട്ട് സംഘപരിവാറിൻ്റെ ആലയത്തിൽ കെട്ടുന്നു. എന്നിട്ട് ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ വ്യക്തി കേരളത്തില് പിണറായി വിജയൻ എന്ന് പറയുന്ന LDFന്റെ മുഖ്യമന്ത്രി, LDFന്റെ നേതാവ്, CPMന്റെ നേതാവിൻ്റെ കൂടെ നിന്ന് ആ LDFന്റെ മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ വരണമെന്നും അയാളുടെ ഭരണം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വ്യക്തി വന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ആ മാധ്യമങ്ങൾ ചോദിക്കുന്നത്, ഇയാൾ ഇത്രകാലം തെറി വിളിക്കുകയും എതിർക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടികൾ അവർ വിജയിച്ച് വരുമ്പോൾ അവരുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഈ വിദ്വാനോട് പോയിട്ട് അഭിപ്രായം ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. തീർത്തും ഈ പറയുന്ന ടീം UDFന്റെ ഭാഗമായിട്ട് അതിൽ ഒരു അർഹതയുമില്ലാത്ത, അഭിപ്രായം പറയാൻ പോലും യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് UDFലെ മുഖ്യമന്ത്രി ആരാകണം. ഇവനാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിയെടുത്തിട്ട് ആ ചർച്ച ലൈവാക്കി നിർത്താൻ വേണ്ടിയിട്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, പൊക്കിൾക്കൊടി ബന്ധം പോലും ഇല്ലാത്ത, ഒരു രീതിയിലും അതിൻ്റെ ഏഴയലത്ത് പോലും അടുപ്പിക്കാത്ത ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാവണം. നിങ്ങൾ നോക്കണം, ഇതിൻ്റെ ഏറ്റവും ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, BDJS എന്ന് പറയുന്നത്. ആ പാർട്ടി ഉണ്ടാക്കിയത്, രൂപം കൊടുത്തത് ഈ വ്യക്തിയാണ്. അതിനെ സംഘപരിവാർ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ഇപ്പുറത്ത് പിണറായി വിജയൻ്റെത് ഊമ്പാൻ നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുകയാണ് UDFന്റെ മുഖ്യമന്ത്രി ആരാവണം. ഇത് ചോദിക്കുന്നത് ആരാ? കേരളത്തിലെ മാധ്യമങ്ങൾ, അല്ലേ? എന്നാൽ ഈ മാധ്യമങ്ങൾ അതേ വ്യക്തിയോട് UDF 100 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നാൽ ഞാൻ SNDP യോഗം സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ രാജിവെക്കാത്തത്? നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വാക്കിനൊരു വിലയുമില്ലേ? അയാളോട് കൂടുതൽ അയാളുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് ചോദിക്കാതെ, അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ, അതിനെക്കുറിച്ചൊരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും കഴിയാതെ, എപ്പോഴൊക്കെ നടേശൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പും ഇത് വന്നതിന് ശേഷവും ഇയാൾക്ക് എന്താണ് ഇത്രമാത്രം മാധ്യമങ്ങളോട് പറയാനുള്ളത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലാത്ത, ഒരു വോയിസും ഇല്ലാത്ത, ഒരു ശബ്ദവുമില്ലാത്ത ഒരു വ്യക്തി മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാ ദിവസവും ചോദിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും, UDFന്റെ മുഖ്യമന്ത്രി ആരാകും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ വേണ്ട വിധത്തിൽ തെറി വിളിക്കുക, മലപ്പുറത്തെ തെളിവിളിക്കുക, മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുക, മലപ്പുറത്തെ ജനങ്ങളെ വർഗീയവാദികളാക്കുക, അവരെ രാജ്യദ്രോഹികളാക്കുക, അവരെ ചാപ്പ കുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുക UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആരാണ് മുഖ്യമന്ത്രിയാവുക? അതാണോ അയാളോട് ചോദിക്കേണ്ട ചോദ്യം? എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ളത് ആരുടെ അജണ്ടയാ? ആ അജണ്ടകൾ നടപ്പിലാക്കുന്നത് ആരാ? ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള
തീട്ടം നാറികൾ അല്ലേ? അവരല്ലേ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് നടേശന് നല്ല ഭയമുണ്ട്. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുന്നതിൽ നടേശന് നല്ല ഭയമുണ്ട്. ആ ഭയം തന്നെയാണ് നടേശൻ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, മറ്റുള്ളവരൊക്കെ ആയാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം, അവരൊക്കെ ഒരു പരിധിക്കപ്പുറം പെരുമാറില്ല, അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാകും ബാക്കിയുള്ളവരായാൽ. പക്ഷെ സതീശനായി കഴിഞ്ഞാൽ ആ ഒരു കാരുണ്യം, ആ ഒരു ദയ അതുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് നടേശനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ സതീശനെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതും ആ സതീശൻ അധികാരത്തിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, മുസ്ലിം ലീഗ് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് സംഭവിക്കും എന്നുള്ള ഉറപ്പും നടേശനുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും തെറി വിളിക്കുക, മുസ്ലിം ലീഗിനെ തെറി വിളിക്കുക, മലപ്പുറത്തെ തെറി വിളിക്കുക, മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ തൂത്തുവാരിയ മലപ്പുറത്തെ ജനങ്ങളെ അധിക്ഷേപിക്കുക, അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം മാധ്യമപ്രവർത്തനം, ഇത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ജോലിയും, ഇപ്പം എന്തൊരു ജോലിയും അതിൻ്റെതായ ഒരു ലൈനപ്പ് ഉണ്ടല്ലോ, അതിൻ്റെതായ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ. ഒരു മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ ചില ചായ്വുകളൊക്കെ ഉണ്ടാകും എന്ന് കരുതിയിട്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വെറും PR ഏജൻസികളായി മാത്രം മാറുക, എന്നിട്ട് ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് അവകാശപ്പെടുക, അത് ഒരു മര്യാദയാണോ? അതൊരു മര്യാദയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന കേരളത്തിൻ്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച വ്യക്തി, നിരന്തരമായിട്ട് പിണറായി വിജയന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന വ്യക്തി, നിരന്തരമായിട്ട് സംഘ് പരിവാറിന് വേണ്ടി കൂടി പണിയെടുത്ത വ്യക്തി അല്ലേ? രണ്ടു പേർക്കും ഒറ്റൊരാള്, രണ്ടു കൂട്ടർക്കും ഒരൊറ്റൊരാള് അല്ലേ? ആ വ്യക്തി ഈ പറയുന്ന UDF കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഈ വ്യക്തിക്ക് എന്ത് യോഗ്യത? ഇനി ആ വ്യക്തിയോട് നിങ്ങൾ UDF മുഖ്യമന്ത്രിയെക്കുറിച്ച്, UDF മന്ത്രിമാരെക്കുറിച്ച് ഒക്കെ അഭിപ്രായം തേടുന്നത് തന്നെ ഒരു തരം മര്യാദകേടല്ലേ? ഇപ്പം UDF അടുത്ത് നിൽക്കുന്ന, അതിൻ്റെ ഭാഗമായിട്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിന്തുണക്കുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ അഭിപ്രായത്തിനൊരു വാല്യൂ ഉണ്ട് എന്ന് കരുതാം. ഇതൊന്നുമല്ലല്ലോ. കൃത്യമായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നു, അതിനെ സംഘപരിവാർ ആലയത്തിൽ കെട്ടുന്നു, എന്നിട്ട് ഇപ്പുറത്ത് നിന്ന് പിണറായി വിജയന് വേണ്ടിയും പണിയെടുക്കുന്നു. സംഘപരിവാറിന് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയും ഒരുപോലെ പണിയെടുക്കുന്ന വ്യക്തിക്ക് UDF കാര്യത്തിൽ, മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, VD സതീശൻ്റെ കാര്യത്തിൽ എന്താണ് ഇത്ര വലിയ അഭിപ്രായം പറയാനുള്ളത്? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ആളുകളെ കേരളത്തിൻ്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്നുള്ളത് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ അല്ല, ഈ അടുത്ത കാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അതിന് വലിയ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിൽ നിന്നിട്ടും വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുക. ആ വ്യക്തിയോട് ഒരർഹതയുമില്ലെന്ന് കേരളത്തിലെ പൊതുസമൂഹം വിളിച്ചു പറയുക. ഇവൻ്റെ വാക്കിനൊന്നും ഒരു വിലയുമില്ലെന്ന്, ഞങ്ങൾക്കൊരു വിലയുമില്ലെന്ന് പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുക. നടേശ, നിനക്കിവിടെ കാര്യമില്ല. നടേശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്നിരിക്കുന്നിടത്ത് പൂച്ചക്ക് എന്ത് കാര്യം? യെസ്, ഈ കാര്യത്തിൽ നടേശൻ എന്ത് കാര്യം, എന്തർഹത, എന്ത് യോഗ്യത, എന്ത് വോയിസ്, എന്ത് ശബ്ദം എന്ന് ജനം ചോദിക്കുന്ന ആളോട് പോയിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതാണോ മാധ്യമപ്രവർത്തനം? ഈ മാധ്യമങ്ങളോട് തന്നെയല്ലേ നടേശൻ പറഞ്ഞത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമോ? ഇനി 100 സീറ്റ് കിട്ടിയാൽ ഞാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാം എന്ന് ഈ മാധ്യമങ്ങളോട് തന്നെയല്ലേ സതീശ, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ അയാൾ അത് പറഞ്ഞിട്ട് 100 സീറ്റ് കിട്ടി, 102 സീറ്റ് കിട്ടി, UDF അധികാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ തിരിച്ചു മറുത്തൊരു ചോദ്യം, താങ്കളുടെ വാക്കിന് ഒരു വിലയുമില്ലേ എന്നൊരു ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ? അയാൾ റെസ്പോൺസിബിൾ ആവേണ്ടടുത്ത് ആക്കേണ്ടേ? അതല്ലെങ്കിൽ ഒരു വിലയുമില്ലാത്ത ഇത്തരം സംസാരങ്ങൾ, ഈ പേപ്പട്ടി കുരക്കും പോലെയുള്ള കുരകൾ, അത് മുഖവിലക്കെടുക്കാതെ അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ ഈ മാധ്യമ പ്രവർത്തകർ തയ്യാറാവണ്ടേ? അതല്ലേ വേണ്ടത്? വാക്കുകൾക്ക് വിലയുള്ളവൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അത് വാക്ക് പാലിക്കുന്നവൻ്റെ വാക്ക് അതായിരിക്കണ്ടേ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കേണ്ടത്. മറിച്ച് ഒരു കീറച്ചാക്കിൻ്റെ വില പോലും കാണിക്കാത്ത
ആ വില പോലും സ്വന്തം വാക്കുകൾക്കില്ലാത്ത, സ്വന്തം നിലപാടുകൾക്കില്ലാത്ത ഒരു വ്യക്തിയുടെ വാക്കുകൾ, അയാളുടെ പ്രതികരണങ്ങൾ ആവർത്തിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം? ഒരു മര്യാദ എന്ന് വേണ്ടത്. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും പറയുന്ന വാക്കുകൾക്ക് ഒരു 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 വില വേണ്ടേ? അതിനൊരു മാന്യത കൽപ്പിക്കണ്ടേ? അങ്ങനെ ഇല്ലാത്ത വാക്കുകൾ, പിന്നെയും കേരളത്തിൻ്റെ പൊതുസമൂഹം കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത വാക്കുകൾ, അതെന്തിനാണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത്? അതും ഒരു ചോദ്യമാണല്ലോ, അല്ലേ? ഒരു വിലയുമില്ലാത്ത, കീറച്ചാക്കിൻ്റെ വില പോലും ഇല്ലാത്ത വാക്കുകൾ എന്തിനാണ് ആവർത്തിച്ച് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് സ്ക്രീൻ ടൈമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ പ്രസക്തമുള്ള ചോദ്യമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മാധ്യമ പ്രവർത്തനത്തിനും ഒരു മര്യാദകൾ എന്നുള്ളതില്ലേ, അതിനും ഒരു ധാർമ്മികത എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ. അതുപോലും കാണിക്കാൻ ഈ മാധ്യമങ്ങൾ പോലും തയ്യാറാവാത്തത് എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇവർക്ക് ഇത്രമാത്രം താല്പര്യം ഈ കാര്യങ്ങളിൽ? എന്തോ ഒരു താല്പര്യമുണ്ടല്ലോ. ഇത്രയും അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട, സമൂഹത്തിൽ യാതൊരുവിധ വിലയുമില്ല എന്ന് മാത്രമല്ല, വെറും നോയ്സെൻസ് ആയിട്ട് മാത്രം ഉള്ള ഒരു ശബ്ദം, അല്ലേ? നോൺസെൻസ് ആയിട്ടുള്ള ശബ്ദം, നോയ്സെൻസ് ആയിട്ടുള്ള ശബ്ദം, വെറും ഒരു വോയിസ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണമായിട്ടുള്ള ഒരു ശബ്ദം, അതെന്തിനാണ് സമൂഹത്തിൽ ഇത്രയധികം ആവർത്തിച്ച് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ ഈ അജണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ഒരു നാണം, ഒരു മാനം, മാന്യത എന്നൊക്കെ പറയുന്നത് വേണമല്ലോ. അതാണല്ലോ ഒരു സമൂഹം എന്ന് പറയുന്നത്. പ്രതിജ്ഞാബദ്ധരായിരിക്കണമല്ലോ ഓരോ വ്യക്തിയും. അതില്ലാതെ എന്ത് പ്രവർത്തനം, എന്ത് ജീവിതം, എന്ത് സമൂഹം ചിന്തിക്കേണ്ടതില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്തരം ക്ലോസറ്റുകൾ, അല്ലേ, നമ്മൾ സാധാരണ ക്ലോസറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതുപോലെ ക്ലോസറ്റ്, ഈ ക്ലോസറ്റിനെ എന്തിനാണ് ഇത്രയധികം എപ്പോഴും കാണുമ്പോഴൊക്കെ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ എല്ലാ ദിവസവും UDF മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അതിൽ അയാൾക്ക് എന്ത് അർഹതയാണുള്ളത്? അങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള യോഗ്യത എന്താണ് വെള്ളാപ്പള്ളി നടേശൻ്റെത്? മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാൻ, UDF കുറിച്ച് പറയാൻ, കോൺഗ്രസിനെ കുറിച്ച് പറയാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ത് യോഗ്യത എന്നത് ഈ ചോദിക്കുന്നവർ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, മനസ്സിലാക്കിയിട്ട് അവർ അജണ്ടകൾ ഫിക്സ് ചെയ്തിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ അജണ്ടകൾ എന്താണ് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ഇവറ്റകൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതല്ലേ?